السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. ഏറ്റവും ബഹുമാനപ്പെട്ട മുദർരിസ് ഉസ്താദ്, ജമാഅത്ത് പ്രസിഡന്റ്, അതുപോലെ മറ്റുള്ള ഉസ്താദന്മാർ, സംഘടനയുടെ പ്രവർത്തകന്മാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു ഇരുത്തം അവൻ പൊരുത്തപ്പെട്ട സ്വീകരിക്കുന്ന ഒരു അമലിന്റെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ കുപ്പറ്റി യൂണിറ്റ് വർഷത്തോളം നടത്തിവരുന്ന മഹത്തായ ഒരു പരിപാടിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് 2 ദിവസത്തെ ഈ മഹത്തായ പരിപാടിയിൽ ഒന്നാമത്തെ ദിവസമായ ഇന്ന് നമുക്ക് വേണ്ടതുപോലെ മുഖ്യപ്രഭാഷണം നടത്താനിരിക്കുന്ന കബീർ ഇമാം സഖാഫി ഉസ്താദ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരല്പസമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ വേദിയിൽ കടന്നു വരും. ഉസ്താദിൻ്റെ മഹത്തായ പ്രസംഗത്തിനാണ് നാം ഓരോരുത്തരും കാത്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ ദിവസങ്ങളായി ഈ മഹത്തായ പരിപാടി ഇവിടെ നടത്തണമെങ്കിൽ ഇതിനു വേണ്ടി മീറ്റിംഗ് കൂടുക, ചർച്ച ചെയ്യുക, വേണ്ടതുപോലെ വിശാലമായ കുറച്ച് ദിവസങ്ങൾ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തു, കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഇവിടെ നടത്തണമെങ്കിൽ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ പ്രയാസപ്പെട്ട നമ്മുടെ യൂണിറ്റിൻ്റെ പ്രവർത്തകർ, നമ്മുടെ നാട്ടിലേക്ക് വലിയ ഒരു അഭിമാനമാണ്, അന്തസ്സാണ് നാട്ടിലെ ചെറുപ്പക്കാരായ 15 വയസ്സിൽ മുകളിലുള്ള 35 വയസ്സിനേക്കാൾ താഴെയുള്ള യുവാക്കൾ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിൻ്റെ ഒരു ചന്തമാണ്, ഒരു വലിയ അഭിമാനമാണ്. അല്ലാഹു അത് നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ കൂടുതലായി വിഷയമൊന്നും പറയാതെ ഒരു ചെറിയ ഒരു ആശംസ വിഷയം മാത്രം നിങ്ങളോട് അർപ്പിച്ചുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞങ്ങളെല്ലാവരും ഈ SSF എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടനയുടെ പ്രവർത്തകർ, അതിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത ഒരാളായിരിക്കണം നമ്മുടെ മക്കളും നമ്മുടെ സഹോദരന്മാർ. ഖുർആനിൽ അല്ലാഹു ഒരിടത്ത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഈ സമുദായത്തിൽ നല്ലത് കൽപ്പിക്കുന്ന, ചീത്തയെ വിരോധിക്കുന്ന ഒരു സംഘം, ഒരു കൂട്ടം ഉണ്ടായിക്കൊള്ളട്ടെ. നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചീത്ത കാര്യങ്ങളെ വിരോധിക്കുന്ന ഒരു സംഘടന ഉണ്ടാവൽ നിർബന്ധമാണ്.
ഫർള് കിഫായിയാണ്. നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുകയും നിസ്കാരം, അതുപോലെ സകാത്ത്, അതുപോലെ മറ്റുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങളും പഠിപ്പിക്കുന്ന ഒരു നല്ല ഒരു സംഘടന ഇവിടെ ഉണ്ടാവണം. അത് മാത്രം അല്ല, വയൻഹൗന അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളെ വിരോധിക്കുന്ന, മോശമായ കാര്യങ്ങളെ വിരോധിക്കുന്ന ഒരു നല്ല ഒരു കൂട്ടം ഇവിടെ ഉണ്ടാവണം. അതാണ് ഏറ്റവും അതിൽ ടോപ്പായിട്ടുള്ളത് നമ്മുടെ SSF എന്ന് പറയുന്ന ഈ മഹത്തായ സംഘടന. കുറേ ദിവസങ്ങളായി നമ്മുടെ പള്ളി പരിസരത്തിൽ ഒരുപാട് യുവാക്കൾ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. അവരുടെ ബാപ്പ ഉമ്മക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് നമ്മുടെ കുട്ടികൾ SSFൽ ചേർന്ന് ഈ പ്രവർത്തനം നടത്തുക എന്നുള്ളത്. കാരണം നല്ല സംഘടനയിൽ ചേരാനും പ്രവർത്തിക്കാനും കുട്ടികൾക്ക് ഇപ്പോൾ നാണക്കേടാണ്. വലിയൊരു ചിക്കിളി, ഒരു വലിയൊരു മോശമായിട്ടാണ് ഈ കാലഘട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്ത് തെറ്റായ കാര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുക, മോശമായ കാര്യങ്ങളെ പിന്നിൽ ആഹ്ലാദിക്കുക, സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ SSFന്റെ കുട്ടികൾ ആവുക, SSFൽ പ്രവർത്തിക്കുക, അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുക, നാട്ടിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് വലിയ ഒരു അഭിമാനമാണ്. അൽഹംദുലില്ലാഹ്, നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നാട്ടിനും വലിയൊരു അഭിമാനമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. കൂടുതലായി ഈ സമയത്തൊന്നും വിശദീകരിക്കാതെ എനിക്കൊരു പ്രധാനപ്പെട്ട, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഇവിടെ ഇല്ലെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന നമ്മുടെ മദ്രസയിൽ വരുന്ന പാരൻസ്, രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിൽ 230ഓളം വരുന്ന കുട്ടികൾ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ ഇപ്പോൾ 10ാം ക്ലാസ് വരെ കഴിഞ്ഞ വർഷം നടന്നുകൊണ്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, ഈ വർഷം പുതിയതായി +1, +2, 11ാം ക്ലാസും 12ാം ക്ലാസും തുടങ്ങാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദന്മാർ ചർച്ച ചെയ്തു. നമ്മുടെ മാനേജ്മെന്റിനോട് അറിയിച്ചപ്പോൾ അവർ നല്ല നിലക്ക് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങണമെന്നും അത് ഏറ്റവും നമ്മുടെ വലിയ ഒരു ആഗ്രഹമാണെന്ന് പ്രകടിപ്പിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഈ വർഷം 11ാം ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാൻ സാധിച്ചു. അതോടൊപ്പം പിന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടി അറിയിക്കുകയാണ്. +2 12ാം ക്ലാസ്സും കൂടി തുടങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ മുൻകഴിഞ്ഞ കുട്ടികൾ, ആൺകുട്ടികളോ പെൺകുട്ടികളോ മദ്രസയിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2ന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ മദ്രസയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് +2 12ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തുകൊണ്ട് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ 2-3 ക്ലാസ് കൊണ്ട് നമുക്ക് വർഷത്തിൽ നല്ല ഒരു വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിനു വേണ്ടി എൻ്റെ ഉപ്പമാരും ഈ നാട്ടിലെ ഉപ്പമാരും ഉമ്മമാരും നമ്മുടെ കുട്ടികളെ മദ്രസയിലേക്ക് വീണ്ടും പഠിക്കാൻ വേണ്ടി അയച്ചു തരണമെന്ന് ഈ വിശാലമായ മദ്രസ നമ്മുടെ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് ഇവിടുത്തെ നല്ല സുന്ദരമായ ഈ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ നടത്തുന്ന ഈ മഹത്തായ നമ്മുടെ മദ്രസ എന്ന് പറയുന്ന സ്ഥാപനം, ഈ സ്ഥാപനം ഇവിടെ വെറുതെ ഞങ്ങളെ കുട്ടികൾക്ക് കിട്ടേണ്ട അറിവുകൾ കിട്ടാതെ പോയാൽ നമ്മുടെ ജവാബ്ദാരി ഉസ്താദന്മാരെ നമ്മളത് വലിയ തെറ്റുകാരായി പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാരൻസിലേക്ക് ഈ വിഷയം ഇട്ടുതരുകയാണ്. ഇനി എങ്കാലും 11ാം ക്ലാസ്സിലേക്കും 12ാം ക്ലാസ്സിലേക്കും കുട്ടികൾ ആരെങ്കിലും വരാൻ കഴിവുണ്ടായി വരാൻ താല്പര്യമുണ്ടായ കുട്ടികളെ അയക്കാതെ ഏതെങ്കിലും ഒരു പാരൻസ് അടക്കി ഒതുക്കി വീട്ടിലിരുത്തുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടി അനുഭവിക്കുന്ന വേദനകൾ, പ്രയാസങ്ങൾ, ആ വിജ്ഞാനത്തിന്റെ കുറവുകൾ
നമ്മുടെ മാതാപിതാക്കൾ നാളെ മഹ്ശറിൽ കൈക്കടിക്കേണ്ട ഒരു അവസ്ഥ, ഒരു ഗതികേട് നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വവും ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്തുകൊണ്ട് വളരെ സെറ്റപ്പോട് കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ നീങ്ങുന്നത് കൊണ്ട് ഞങ്ങൾ തുറന്ന വേദിയോടുകൂടെ നമ്മുടെ മദ്രസയിൽ 5 ഉസ്താദന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എന്തിനും എവിടെയും എന്ത് പറയാനും കഴിവുള്ള കൽപ്പുള്ള നല്ല ഉസ്താദന്മാരെ നമ്മുടെ ജമാഅത്ത് കമ്മിറ്റി നല്ല നിലക്ക് തെരഞ്ഞെടുത്ത് സെലക്ഷൻ ചെയ്തുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഫ്രീ ആയി ഞങ്ങൾ കമ്മിറ്റിക്കാരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ +1 +2 പഠിപ്പിക്കുന്നതിൻ്റെ പേരിൽ കൂടുതലായി നമുക്ക് ശമ്പളം തരേണ്ടതില്ല, ഞങ്ങളത് നല്ല നിലക്ക് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്നൊരു വരുന്ന കാലഘട്ടങ്ങളിൽ ഇതുപോലെ SSFന് പ്രവർത്തിക്കുന്ന, ഇതുപോലെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി മുതിരുന്ന കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ നാട്ടിൽ ഇസ്ലാമിൻ്റെ ഈ അടയാളങ്ങൾ എന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം. നാളെ ഞങ്ങൾ ഖബറിൽ പോയി കിടക്കുന്ന അവസരത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആരക്കുന്ന സയ്യിദന്മാർ ദുആരക്കുമ്പോൾ ആമീൻ പറയാൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ സഹോദരന്മാരും സഹോദരികളും ഉമ്മമാരും വേണം. അതെല്ലാം മുടക്കി വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ല ഇങ്ങനെയുള്ള മജ്ലിസിൽ വന്ന് തുടർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ പോകണമെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ അത്യാവശ്യമായ ഒരു വിഷയമാണ് ഇസ്ലാമിക ധാർമ്മികമായ ബോധം ഞങ്ങൾ ഇട്ടുകൊടുക്കണം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് ചിന്താഗതിയുള്ള കുട്ടികളാണ്. നമ്മുടെ യുവാക്കൾ പുതിയ ചിന്താഗതിയുള്ള കുട്ടികളാണ്. എന്തിനാണ് നിസ്കാരം, എന്തിനാണ് നോമ്പ്, എന്തിനാണ് സക്കാത്ത്, എന്തിനാണ് ഹജ്ജ്? അവർ സ്വന്തം ചോദിച്ചുകൊണ്ട് നിരീശ്വരവാദി, അതുപോലെ അവരെ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് അവർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുട്ടികൾ പല നിലക്കുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഈ ഒരു സാഹചര്യം അനുസരിച്ചുകൊണ്ട് കുട്ടികൾ പല നിലക്കും പഠനം ഏറ്റെടുക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ചോദ്യം മാതാപിതാക്കളെടുത്തും ഉസ്താദന്മാരെടുത്തും വലിയവരെടുത്തും ചോദിക്കാനായി നമ്മുടെ മംഗലാപുരത്തെ ഭാഗത്തടക്കം ഇങ്ങനെയുള്ള നിരീശ്വരവാദികളുടെ വാദങ്ങളും യുക്തിവാദികൾ അധികരിച്ചു പോകുന്ന, സ്വന്തം ഇസ്ലാമിൽ നിന്ന് ബാപ്പ ഉസ്താദായി, ഉമ്മ വലിയ വിദ്യാഭ്യാസമുള്ള ആളായി, എന്നിട്ടും മകൻ ഒരു നിരീശ്വരവാദി, ഒരു യുക്തിവാദിയായി പോകുമ്പോൾ വലിയ ഖേദമുണ്ട്. അതിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ മഹത്തായ നമ്മുടെ മദ്രസ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ റീ അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ എത്രത്തോളം പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇൻഷാ അല്ലാഹ് അതിൽ ഞങ്ങൾ എത്രത്തോളം പഠിപ്പിക്കാനും നമ്മുടെ ഉസ്താദന്മാർ സന്നദ്ധരാണെന്ന് ഈ മഹത്തായ SSFന്റെ വേദിയിൽ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് എല്ലാ നിലക്കുള്ള അൽഹംദുലില്ലാഹ് കുറേ ചെറുപ്പക്കാരെ കാണുമ്പോൾ SSFന്റെ പ്രസിഡന്റ്, സെക്രട്ടറി അടക്കമുള്ള ട്രഷറർ അടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഈ മഹത്തായ SSFന്റെ പരിപാടിക്ക് വേണ്ടി ഇവിടെ രാത്രിയും പകലും കഷ്ടപ്പെട്ടുകൊണ്ട് ഈ കാണുന്ന സുന്ദരമായ ഇതിനൊക്കെ ജമാഅത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ SYSO അല്ലെങ്കിൽ എൻഗമൻസോ ഏത് കമ്മിറ്റിയും ഇടപെടാതെ ചെറുപ്പക്കാർ മാത്രം ഒരുമിച്ച് കൂടി അവർ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ട് അഭിനന്ദിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ്. അൽഹംദുലില്ലാഹ് പ്രത്യേകിച്ചും SSFന്റെ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. അല്ലാഹു തആല അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത എല്ലാ പ്രവർത്തകർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് ഇതുകൊണ്ട് അല്ലാഹു തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് നാളെ മരണപ്പെട്ടതിൻ്റെ ശേഷം ഖബറിൽ കടക്കുന്ന അവസരത്തിൽ ഒരു ആശ്വാസം കിട്ടുന്ന നല്ല ഒരു ഇബാദത്തായി അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു വിഷയവുമായാണ് 2025 പ്രോഗ്രാമിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി തങ്ങളുടെ പേരിൽ നല്ലൊരു മൗലിദ് മജ്ലിസ്, ഗ്രാൻഡ് മൗലിദ് മജ്ലിസ് ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ ഈ വേദിയിൽ നടക്കാനുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർ ഖാജ തങ്ങളുടെ പേരിൽ നടക്കുന്ന മഹത്തായ മൗലൂദ് മജ്ലിസിൽ തന്നെ വന്ന് പങ്കാളികളാകണം. ആ മഹത്തായ ആ ഖാജ തങ്ങളുടെ ചരിത്രങ്ങൾ പറയുന്ന വേദിയാണ്. വലിയ കറാമത്തും വലിയ കൂടിയായ മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി
തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലാഹു തആല തീർത്തു തരുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ നിലക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.